വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് യൂകട്ട് വീഡിയോ എഡിറ്റർ എന്നുള്ളൊരു ആപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വേ ആണ് കേട്ടോ പറയുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ന്യൂ പ്രോജക്റ്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ വീഡിയോകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നിട്ട് എന്താ ഒരു റൈറ്റ് ടിക്ക് കൊടുക്കുക, ഒരു ഏരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അവിടെ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഡിറ്റിംഗ് പരിപാടി തുടങ്ങുന്നത്. ഏറ്റവും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വോയിസ് ഓവർ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ സൗണ്ട് ഒന്ന് ഈ മ്യൂട്ട് ക്ലിപ്പ് ഓടിക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ റെക്കോർഡ് ഓപ്ഷൻ ഓൺ ആക്കുക. ഇതൊന്ന് കണ്ടിന്യൂ കൊടുത്ത് വിട്ടാൽ മതിയിട്ട്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുത്താലും മതി വരുന്ന ഒരു എറർ. എന്നിട്ട് നമ്മളതൊന്ന് റെക്കോർഡ് ചെയ്യുക കേട്ടോ. റെക്കോർഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡ് അവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനും ഡ്രാഗ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ. പിന്നെ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ കളയാം. ഞാൻ ഓൾറെഡി ഇതിൽ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് കളയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് ആ വോയിസിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ കളയുന്നത് കേട്ടോ. മൈക്ക് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വോയിസ് ആയിട്ട് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഇതിൽ വോയിസ് കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ വോളിയം എന്താ പറയുക, നമ്മളിത് ആദ്യം ഇത് സെലക്ട് ചെയ്തൊന്ന് വെക്കണം. അന്ന് ആ ഒരു നമ്മുടെ വീഡിയോൻ്റെ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ആവും കേട്ടോ. എന്നിട്ട് നമുക്ക് സ്പ്ലിറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഭാഗം സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയാം. അതുപോലെ ക്രോപ്പ് ചെയ്യാം. ആവശ്യമില്ലാത്ത ഭാഗം ഞാൻ അത് ക്രോപ്പ് ചെയ്ത് കളയുന്നുണ്ട്. അത് എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് റൊട്ടേറ്റിംഗ് ഓപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ എടുക്കുന്ന വീഡിയോ ഒക്കെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ട് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ സ്പീഡും എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ, ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 3 മിനിറ്റിൻ്റെ 1 മിനിറ്റിൻ്റെ ഒക്കെ ആക്കാനായിട്ടും ഇതിൽ എളുപ്പത്തിൽ സാധിക്കും. പിന്നെ ഒന്ന് സേവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവായി പൊക്കോളും. പിന്നെ ഒരൊറ്റ വാട്ടർമാർക്ക് പോലും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ തംബ്നെയിൽ കൊടുക്കാൻ ഞാൻ പിക്സ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ആപ്പിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് പരസ്യങ്ങൾ വരാണ്. പക്ഷേ പരസ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഈ ആപ്പ് തുറന്ന പാടെ പരസ്യം വരാം. ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പോകുന്നതാണ് കേട്ടോ. എന്നിട്ട് എഡിറ്റ് ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് നമുക്ക് അപ്പോൾ വരുന്നത് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ നമ്മളൊന്ന് ഏത് കളറാണോ കാര്യങ്ങളാണോ വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഞാൻ സ്ഥിരം കൊടുക്കുന്നതാണ്. ഞാനങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. വേഗം എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വേഗം കൊടുക്കാറുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ 16:9 എന്നുള്ള ആ ഓപ്ഷൻ കൊടുക്കണം. അതാണ് തംബ്നെയിലിൻ്റെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ആ ഒരു അളവ് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. അതിനിടയ്ക്ക് വല്ല പരസ്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് പോവും. പരസ്യം കുറേ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫോൺ കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഇതിൽ സ്ലോ ആയിട്ട് വരുന്നത് കേട്ടോ. നിങ്ങളുടെ ഫോണിന് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം കഴിയും. അപ്പോൾ ഞാനൊരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി. അപ്പോൾ ഞാനതൊന്ന് കൊടുക്കുന്നുണ്ട്. അത് ആഡ് എന്നുള്ളത് കൊടുക്കുക. നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലൊരു കട്ടൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസോ പേഴ്സണോ ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് നമുക്ക് ആ ഫോട്ടോ മാത്രമായിട്ട് കിട്ടും. ഇത് ഒരു റഫിന് വെച്ചിട്ടുള്ളൊരു ഫോട്ടോയാണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെയുള്ളത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഫോട്ടോയ്ക്ക് ഒരു ബോർഡറും കൂടി കൊടുക്കാം കേട്ടോ. അതിൽ ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ വെച്ചിട്ട് നമുക്കൊരു ബോർഡർ കൊടുക്കാം. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കൂടുതൽ വൈറ്റാണ് കൊടുക്കാറുള്ളത്. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ലിപ്സ്റ്റിക് ഹാക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെഡിങ്ങും റെഡിയായി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഏറ്റവും സിമ്പിൾ വേ ആണ് കേട്ടോ പറയുന്നത്. ഏറ്റവും നമുക്ക് എളുപ്പത്തിന് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. പിന്നെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടായിരിക്കും ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്നുള്ളത് നമുക്കത് കൊടുക്കാം. അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ കളർ ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഓപ്ഷൻ നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ആപ്പ് അടിപൊളിയാണ് കേട്ടോ. പിക്സ് ആർട്ടും അതുപോലെ തന്നെ യൂകട്ട് വീഡിയോ എഡിറ്ററും നല്ലതാണ്. അതുപോലെ ഇതിൽ തന്നെ സ്റ്റിക്കേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ലിപ്സ്റ്റിക്കിന് അടിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റിക്കറുകൾ വന്നു. അപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ പടം എടുത്തിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഏറ്റവും സിമ്പിളാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ കിട്ടും. ചിലത് നമുക്ക് കിട്ടില്ല, നമ്മൾ പൈസ കൊടുക്കണം. പക്ഷേ അല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് ചെയ്യാവുന്നുള്ളത് ഈ പിക്സാർട്ടിലുണ്ട് കേട്ടോ. യു കട്ട് ആയാലും നല്ലത് തന്നെയാണ്. പിന്നെ അതൊന്ന് സേവ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. പക്ഷേ അത് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗാലറിയിൽ അത് ഡൗൺലോഡായി കിടക്കും കേട്ടോ. വെറുതെ ഒന്ന് സേവ് എന്ന് കൊടുത്താൽ മതി, ഇത് ആവാൻ നിൽക്കൊന്നും വേണ്ട നമ്മൾ. എന്നിട്ട് നമ്മൾ ഗാലറിയിൽ നോക്കുമ്പോൾ ആ ഒരു സംഭവം വന്നിട്ടുണ്ടാവും, അത് മിനിമൈസ് ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ എത്രയും സിമ്പിളായിട്ടുള്ള വേ ആണ് നമുക്ക് യു കട്ട് എന്നുള്ള ആപ്പ്, പിന്നെ എന്താ പറയുക പിക്സാർട്ട് എന്നുള്ള ആപ്പ്. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഈസി ആയിട്ട് ആരുടെയും സഹായം ഇല്ലാണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ.